ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. ഇപ്പോൾ അത്തരമൊരു ദുരനുഭവം തുറന്നു പറയുന്നത് സുരേഷ് ഗോപിയുടെ മകനും സിനിമാ നടനുമായ ഗോകുൽ സുരേഷാണ്. താനും കാസ്റ്റിംഗ് കൗച്ചിന് ഇരയായി എന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത്. തക്കതായ രീതിയിൽ കൈകാര്യം ചെയ്തു, പക്ഷേ സിനിമ നഷ്ടമായി എന്നും ഗോകുൽ സുരേഷ് പറയുന്നു. താനും കാസ്റ്റിംഗ് കൗച്ചിന് ഇരയായിട്ടുണ്ടെന്ന് നടൻ ഗോകുൽ സുരേഷ് പറയുമ്പോൾ നിരവധി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീകൾക്ക് മാത്രമാണ് ദുരനുഭവം ഉണ്ടാകുന്നതെന്ന് കരുതരുതെന്നും കാസ്റ്റിംഗ് കൗച്ച് തടയുന്ന നടന്മാർക്കും സിനിമ നഷ്ടപ്പെടാമെന്നും തനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ഗോകുൽ പറയുന്നത്. തനിക്ക് സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഗോകുൽ വെളിപ്പെടുത്തി. നിവിൻ പോളിക്കെതിരായ പീഡനാരോപണം വ്യാജമാണെന്ന റിപ്പോർട്ടിൽ പ്രതികരിച്ചാണ് ഗോകുൽ സംസാരിച്ചത്. ഇവിടെ ഒരു ജെൻഡറിന് മാത്രമാണ് ഇത് ബാധിക്കുന്നതെന്നും പറയാൻ കഴിയില്ല. കാസ്റ്റിംഗ് കൗച്ചിനെ തടയുന്ന ഒരു നടനും സിനിമ നഷ്ടപ്പെടാം. അതിന് സമാനമായ അവസ്ഥയിലൂടെ ഞാനും പോയിട്ടുണ്ട്. എന്റെ തുടക്കകാലത്ത് അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. കാസ്റ്റിംഗ് കൗച്ചിനെ പ്രേരിപ്പിച്ച ആളെ ഞാൻ തന്നെ തക്കതായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ദുഷ്പ്രവണത നടക്കുമ്പോൾ നടിമാർ മാത്രമല്ല നടന്മാരും ബാധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ രണ്ട് തലങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ വിളമ്പുന്നതായിരിക്കും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയോടുള്ള കാഴ്ചപ്പാടെല്ലാം പെട്ടെന്ന് തന്നെ മാറി മറിയും. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിവിനെതിരായി ആരോപണം വരുന്നത്. അതിപ്പോൾ തെറ്റായ ആരോപണമാണെന്നൊക്കെ മനസ്സിലായി വരുന്നു. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ കൂടി ഇരകളാകുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും. ജെനുവിൻ കേസിൽ ഇരകൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷേ നിവിൻ ചേട്ടന്റെ കേസിലൊക്കെ വിഷമമുണ്ടെന്നും ഗോകുൽ സുരേഷ് പറയുന്നു. അദ്ദേഹം നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ഞാനും ഒരു തവണ ഇരയായതാണ്. ഇരകളായിക്കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ജീവിതം തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഹേമ കമ്മിറ്റി. അല്ലാത്ത പക്ഷം ഈ സാഹചര്യം ചൂഷണം ചെയ്തുവെന്ന് വ്യാജ ആരോപണം ഉന്നയിക്കുന്നവരുമുണ്ട്. അതൊക്കെ ഇൻഡസ്ട്രിയെ മോശമായാകും ബാധിക്കുക എന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത്.